ഓ അടിപൊളി. ഇതിനെ പറ്റി പറയാൻ എന്ത് ചെയ്യാനാ, കാലം തെറ്റി ഇറങ്ങിയ പടമല്ലേ വരുന്ന, അതിപ്പോ അടിപൊളി. എങ്ങനെയുണ്ടാ തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും? അയ്യോ അടിപൊളി. മെയിനായിട്ട് വന്നതേ വിദ്യാജിക്ക് വേണ്ടി തന്നെയാ. ആ പാട്ട് വേറെ ഒന്നുമില്ല, സൂപ്പർ. എന്തു പറയാൻ, വർഷങ്ങൾക്ക് ശേഷം 24 വർഷങ്ങൾക്ക് ശേഷം വരുന്നൊരു ഫിലിമാണ്. അന്ന് അജന്ത തിയേറ്ററിൽ, ട്രിവാൻഡ്രത്ത് 2 തിയേറ്ററിൽ, ഇവിടെയും അജന്തയിലും അഞ്ജലിയായിരുന്നു അന്ന് ഇവിടെ. അപ്പോൾ ഞാനൊരു സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മാക്സിമം എനിക്കിപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു. അന്ന് 24 വർഷമായിട്ട് കാണുന്നതല്ലേ, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ സൗണ്ട് സിസ്റ്റം അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ആസ് എ പ്രേക്ഷകൻ അങ്ങനെ സീരിയസ്ലി. മാത്രമല്ല നിഖിൽ മഹേശ്വരാകട്ടെ, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ ആ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് വീണ്ടും കിട്ടുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം തിയേറ്ററിൽ കണ്ടു, വീണ്ടും കണ്ടപ്പോൾ വലിയ സന്തോഷം. അന്ന് ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടാണ് കണ്ടത്. കാരണം ഞാൻ ഈ സിനിമ ഒരിക്കൽ എനിക്കൊന്ന് ഇതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒന്ന് യൂട്യൂബിൽ പോകാൻ പറ്റി. അന്ന് ഞാൻ ഇതിൻ്റെ പാട്ട് സീനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തിയേറ്ററിൽ കണ്ടു. പക്ഷേ അന്ന് അത് ശരിക്കും വലിയ സ്വീകാര്യത ഇല്ലാതെ പോയൊരു സിനിമ. ഇന്ന് 600 സീറ്റ് ഫുള്ളായിരുന്നു. ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളായിട്ട് വീണ്ടും കണ്ടു. മോഹൻലാലിനെ, ആ ഒരു മെലിഞ്ഞ മോഹൻലാൽ, വളരെ സുന്ദരനായ മോഹൻലാൽ. പിന്നെ അതുപോലെ ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവിയായിട്ട് അന്ന് ഇറക്കിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റായി പോകേണ്ട ഒരു സിനിമ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റിലീസ് ദേവദൂതൻ്റെ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ. കാരണം ഹൗസ്ഫുള്ളായിട്ടാണ് ഇപ്പം ഞാൻ കണ്ടത്, അതും ഇത്രയും വലിയൊരു തിയേറ്ററിൽ 4K എക്സ്പീരിയൻസ് തിയേറ്ററിൽ കാണണം. ഭയങ്കര രസമായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നു. 2000-ലാണ് ഈ ദേവദൂതൻ ഇറങ്ങുന്നത്. കണ്ടാണോ തിയേറ്ററിൽ? കണ്ടിരുന്നു, ഫസ്റ്റ് ഷോയ്ക്കാണ് കയറിയത്. അതല്ല മുമ്പ് തിയേറ്ററിൽ കണ്ടോ? ഇല്ല, കണ്ടില്ല. അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം മിസ്സായില്ല. കാരണം 2024 പുതിയ സാങ്കേതിക പരമായിട്ടുള്ള 4Kയും ഡോൾബി അറ്റ്മോസ്ഫിയർ ചേർന്ന് പുതിയൊരു ദൃശ്യാവിഷ്കാരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും നല്ലൊരു ദൃശ്യവിരുന്നായിരുന്നു. കാരണം ആ ഒരു പഴയ ലാലേട്ടനെ ഇപ്പോഴും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഒരു 30 കൊല്ലത്തെ തീവ്രമായ പ്രണയമാണ് ഈ സിനിമ നമുക്ക് തരുന്നത്. അത്രയും വർഷം മരിച്ചതുപോലും അറിയാതെ ഒരു കാമുകന് വേണ്ടി കാമുകി കാത്തിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമവും സങ്കടവും കൂടെ വരും. അത് അത്രയും ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മൂവിയാണിത്. അത് ആരും മിസ്സാക്കരുത്, പ്രത്യേകിച്ച് 90s കിഡ്സ് മിസ്സാക്കരുതെന്നാണ് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഒരാൾ അഭിനയത്തിൻ്റെ രാജാവാണെങ്കിൽ ഒരാൾ സംഗീതത്തിൻ്റെ രാജാവ്. അതേ ഉള്ളൂ പറയാം, വേറെ കൂടുതലൊന്നുമില്ല. ഇല്ല, ഒന്നും പറയാനില്ല. കാരണം ഇത് വൺ ടൈം വണ്ടർ പടമാണ്. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ പറയാനുള്ളത്. പിന്നെ അത് ഡോൾബി അറ്റ്മോസിലേക്ക് വന്നപ്പോഴേക്കും അത്രത്തോളം ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എനിവേ വേറെ ഡയറക്ടറെ ആ രീതിയിലേക്ക് ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനൊരു പടം ഇനി ഇറങ്ങില്ല. ഓൾ ടൈം വണ്ടർ.